വയർമാൻ എക്സാം എഴുതുന്ന എല്ലാവർക്കും മലയാളി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മലയാളി ടെക് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചാണ്. എല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടല്ലോ. കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ മുകളിൽ കാണുന്ന ഈ ഐ ബട്ടണിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ചോദ്യം ചോദിക്കും. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻ്റായി രേഖപ്പെടുത്തുക. അതായത് ഏതാണ് ഏറ്റവും നല്ല കണ്ടക്ടർ? ഏതാണ് ഏറ്റവും നല്ല കണ്ടക്ടർ? ചോദ്യത്തിനുള്ള ഉത്തരം കമൻ്റായി രേഖപ്പെടുത്തുക. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് മെറ്റീരിയൽസിനെ കുറിച്ചാണ്. കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം 1 സീരീസ് സർക്യൂട്ട്, 2 പാരലൽ സർക്യൂട്ട്, 3 സെൽസ് ആൻഡ് ബാറ്ററീസ്. ആദ്യമായി സീരീസ് സർക്യൂട്ടും പാരലൽ സർക്യൂട്ടും. എന്താ സീരീസ് സർക്യൂട്ട്? സീരീസ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പണന്റുകളും അല്ലെങ്കിൽ എല്ലാ കണക്ഷൻ ചെയ്യാനുള്ള ഓരോ വസ്തുക്കളുടെയും ഓരോ എൻഡും മറ്റൊരു എൻഡിനോട് കൂട്ടി യോജിപ്പിച്ച് ഉണ്ടാക്കുന്ന കണക്ഷനാണ് സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് ബാറ്ററിയുടെ സിമ്പലാണ്. ഇത് പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. ഇത് റെസിസ്റ്ററിന്റെ സിമ്പലാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ റെസിസ്റ്ററിന്റെ ഒരു തല ബാറ്ററിയോട് കൊടുത്തിട്ടുണ്ട്, മറ്റേ തല അടുത്ത റെസിസ്റ്ററിനോടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ റെസിസ്റ്ററിന്റെ മറ്റേ തല മൂന്നാമത്തെ റെസിസ്റ്ററിന്റെ ഒരു തലയോട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് മറ്റേ എൻഡ് നെഗറ്റീവ് ഭാഗത്തോടാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വരുന്ന കണക്ഷനുകൾക്കാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. അതായത് പോസിറ്റീവും നെഗറ്റീവും ഡയറക്റ്റ് അതിലേക്ക് കൊടുത്തിട്ടില്ല. നമ്മൾ അമ്മീറ്ററിന്റെ കണക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു സീരീസ് ആയിട്ടാണ് അമ്മീറ്റർ കണക്ട് ചെയ്യുന്നത്. അതായത് ഒരു എൻഡിലേക്ക് പോസിറ്റീവോ നെഗറ്റീവോ കൊടുത്ത് മറ്റേ എൻഡിൽ നിന്നും ലോഡിലേക്ക് കൊടുക്കുന്ന കണക്ഷനാണ് അമ്മീറ്ററിന് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അമ്മീറ്ററിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് സീരീസ് സർക്യൂട്ട്. എല്ലാവർക്കും മനസ്സിലായല്ലോ. സീരീസ് സർക്യൂട്ടിന് ഉദാഹരണമാണ് ഫാൻ റെഗുലേറ്റർ. ഫാൻ്റെ റെഗുലേറ്റർ നമ്മൾ കണ്ടിട്ടില്ലേ? ഫാൻ്റെ റെഗുലേറ്റർ എങ്ങനെ ഉണ്ടാവുക? ഫാൻ്റെ റെഗുലേറ്റർ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇങ്ങനെ വന്നിട്ട് റെഗുലേറ്റർ കൊടുത്തിട്ട് ഫേസ് ഇവിടുന്ന് റെഗുലേറ്ററിലേക്ക് കൊടുക്കും, എന്നിട്ട് ഇവിടുന്ന് ഫാനിലേക്ക് കൊടുക്കും അല്ലേ? അങ്ങനെയല്ലേ ഉണ്ടാവുക? എന്നിട്ട് ഫാനിന്റെ മറ്റേ എൻഡിൽ ന്യൂട്രൽ കൊടുക്കും. അങ്ങനെയല്ലേ ഉണ്ടാവുക? അപ്പോൾ ഇത് സീരീസ് സർക്യൂട്ടാണ്. അതായത് ഫാനിന്റെ റെഗുലേറ്ററിന്റെ ഒരു എൻഡ് ഫേസ് കൊടുക്കും, മറ്റേ എൻഡ് ഫാനിലേക്ക് കൊടുക്കും. ഇങ്ങനത്തെ കണക്ഷനാണ് സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി വേറൊരു ഉദാഹരണമാണ് സീരീസ് ടെസ്റ്റിംഗ് ലാമ്പ്. നമ്മൾ കണക്ഷനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റിംഗ് ലാമ്പ് ഉണ്ടാക്കൂലേ? അതിനാണ് സീരീസ് ടെസ്റ്റിംഗ് ലാമ്പ് എന്ന് പറയുന്നത്. മോട്ടോറിന്റെ വൈൻഡിങ്ങുകളൊക്കെ കട്ടായിട്ടുണ്ടോയെന്നും ഷോർട്ട് ആയിട്ടുണ്ടോയെന്നും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്, ബോഡിയായിട്ട് ടച്ച് ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റിംഗ് ലാമ്പ് ഉണ്ടാക്കൂലേ? ആ ഒരു ടെസ്റ്റിംഗ് ലാമ്പിന്റെ കണക്ഷനും ഇതിന് ഉദാഹരണമാണ്. പിന്നെ നമ്മുടെ ഡെക്കറേഷൻ ലാമ്പ്സ്, അതായത് കല്യാണ വീടുകളിലും മറ്റ് ആഘോഷ പരിപാടികളിലൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡെക്കറേഷൻ ലാമ്പ്സില് അത് അതിന്റെ ഒരു ഉദാഹരണമാണ്. പിന്നെ ടോർച്ച് സെല്ല്, ടോർച്ചിൽ 2-3 സെല്ലുകൾ ബാക്കിലായിട്ട് കണക്ഷൻ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? എന്തിനാ ടോർച്ചിൽ ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്നത്? അത് ചിലപ്പോൾ ചോദ്യം വരാറുണ്ട്. ടോർച്ച് സെല്ലുകൾ എന്തിനാണ് സീരീസ് ആയി കണക്ട് ചെയ്യുന്നത്? അത് വോൾട്ടേജ് കൂടാൻ വേണ്ടിയിട്ടാണ്. സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് കൂടും. ഇനി സീരീസ് സർക്യൂട്ടിന്റെ പ്രത്യേകതകൾ നമുക്ക് പഠിക്കണം. സീരീസ് സർക്യൂട്ട് മനസ്സിലായല്ലോ. ഇതിന്റെ പ്രത്യേകതകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമതായി സീരീസ് സർക്യൂട്ടിലെ കറണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എല്ലായിടത്തും. എല്ലാ സ്ഥലത്തും കറണ്ട് സെയിം ആയിരിക്കും. ഇതിലൂടെ പോകുന്ന കറണ്ട് തന്നെ ഇതിലൂടെ പോകുള്ളൂ. കാരണം എന്താ? ഇതിലൂടെ പോകുന്ന കറണ്ടിനെ പോകാനേ ഇതിലൂടെ വഴിയുള്ളൂ. വേറൊരു കറണ്ട് ഇതിലൂടെ വരാൻ വഴിയില്ല. അപ്പൊ ഇതിലൂടെ പോകുന്ന കറണ്ടേ ഇതിലൂടെയും പോകും. അപ്പൊ നമുക്ക് ഇവിടുത്തെ കറണ്ട് കിട്ടിയാൽ ഇവിടുത്തെ കറണ്ടും സെയിം ആയിരിക്കും. പോയിന്റ് 1 ഓർത്ത് വെക്കുക. R1 എന്ന റെസിസ്റ്ററിലെ കറണ്ട് 5 ആംപിയർ ആണെങ്കിൽ ഇതിലൂടെ R3യിലൂടെ പോകുന്ന കറണ്ടും 5 ആംപിയർ ആയിരിക്കും. സീരീസ് സർക്യൂട്ടിൽ എല്ലായ്പ്പോഴും കറണ്ട് സെയിം ആയിരിക്കും. നമ്മൾ ഫാൻ റെഗുലേറ്റർ ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ റെഗുലേറ്ററിലൂടെ പോകുന്ന കറണ്ട് മാത്രമേ ഫാനിലൂടെയും പോകുള്ളൂ. മനസ്സിലായോ? അത് ഓർത്ത് വെക്കുക. രണ്ടാമത് വോൾട്ടേജ്. വോൾട്ടേജ് എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്ററിന്റെ വിലക്കനുസരിച്ച് വിഭജിച്ചു പോകും. ഓരോ റെസിസ്റ്ററിന്റെ വിലക്കനുസരിച്ച് വിഭജിച്ചു പോകും. ഇവിടെ ഒരു 12 വോൾട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാ റെസിസ്റ്ററും സെയിം ആണെങ്കിൽ 12 ഹരിക്കണം 3 റെസിസ്റ്റർ ഉള്ളത്. അപ്പൊ എത്ര വോൾട്ട് ഉണ്ടാവും? 4 വോൾട്ട് ഓരോ
റെസിസ്റ്ററിലും വിഭജിച്ചു പോകും. ഇവിടെ 4 വോൾട്ട് പോകും, ഇവിടെ 4 വോൾട്ട് പോകും, ഇവിടെ 4 വോൾട്ട് പോകും. അങ്ങനെ മൊത്തം 12 വോൾട്ട് ചിലവാകും. മനസ്സിലായില്ലേ? സീരീസ് സർക്യൂട്ടിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്ററിന്റെ വിലക്കനുസരിച്ച് വിഭജിച്ചു പോകും. ഇനി ഇവിടെ ഒരു ഓമോ, ഇവിടെ 2 ഓമോ, ഇവിടെ 9 ഓമോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 വോൾട്ട് വിഭജിച്ചു പോകും, ഇവിടെ 2 വോൾട്ട് വിഭജിച്ചു പോകും, ഇവിടെ 9 വോൾട്ട് വിഭജിച്ചു പോകും. അപ്പൊ 9 2 11, 11 1 12. ഇവിടെ എത്ര വോൾട്ടേജ് ആണ് കൊടുത്തിട്ടുള്ളത്? ആ വോൾട്ടേജുകൾ ഇവിടെ ഓരോ റെസിസ്റ്ററിന്റെ വിലക്കനുസരിച്ചും വിഭജിച്ചു പോകും. ഇനി മൊത്തം റെസിസ്റ്റൻസ് കാണാൻ എക്സാമിൽ ചോദിക്കാറുണ്ട്. സീരീസ് സർക്യൂട്ടിലെ മൊത്തം റെസിസ്റ്റൻസ് കാണാൻ എത്ര റെസിസ്റ്റർ ഉണ്ടോ അതിന്റെ വിലകൾ തമ്മിൽ കൂട്ടിയാൽ മതി. ടോട്ടൽ റെസിസ്റ്റൻസ് സമം R1. R1ന്റെ വില എത്രയാണെന്ന് വെച്ചാൽ അത് കൂട്ടുക. പിന്നെ R2ന്റെ വില എത്രയാണെന്ന് വെച്ചാൽ അത് കൂട്ടുക. R3യുടെ വില എത്രയാണെന്ന് വെച്ചാൽ അത് കൂട്ടുക. അങ്ങനെ എത്ര റെസിസ്റ്റൻസുകൾ ഉണ്ടോ അതെല്ലാം തമ്മിൽ കൂട്ടിയാൽ മൊത്തം റെസിസ്റ്റൻസ് കിട്ടും. സംഭവം മനസ്സിലായില്ലേ? ഇനി അടുത്ത പോയിന്റ് ആണ്, കറന്റ് സഞ്ചരിക്കാൻ ഒരു പാത്തേ ഉള്ളൂ. അത് നമ്മൾ കറന്റ് സെയിം ആണ് എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകം പറഞ്ഞതാണ്. ഇതിലൂടെ പോകുന്ന കറന്റിന് ഇതിലൂടെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സർക്യൂട്ടിൽ ഒരു ബ്രേക്ക് ഉണ്ടായാൽ, ഇവിടെ കട്ടായിട്ടുണ്ടെങ്കിൽ മൊത്തം സർക്യൂട്ടിനെയും ബാധിക്കും. ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യില്ല. നമ്മുടെ ഡെക്കറേഷൻ ലാമ്പൊക്കെ ഏതെങ്കിലും ഒരു ലാമ്പ് പോയിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യാതിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതാണ് സീരീസ് സർക്യൂട്ടിന്റെ പ്രത്യേകതകൾ. ഒന്ന്, കറണ്ട് സെയിം ആയിരിക്കും. അത് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കറണ്ടിന്റെ ഇക്വേഷൻ എടുത്തപ്പോൾ പഠിച്ചതാണ്, I=V/R. ഇനി വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോകും. ഓരോ റെസിസ്റ്ററിന്റെ വിലക്കനുസരിച്ചും ഡിവൈഡ് ചെയ്ത് പോകും. മൊത്തം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R1 + R2 + R3. ഓരോ റെസിസ്റ്റൻസിന്റെയും വിലകൾ തമ്മിൽ കൂട്ടിയാൽ മതി. അടുത്തതായിട്ട് കറന്റിന് സഞ്ചരിക്കാൻ ഒറ്റ പാത്തുള്ള ഒരു വഴിയേ ഉള്ളൂ. അടുത്തതായിട്ട് ഏതെങ്കിലും ഭാഗത്ത് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സർക്യൂട്ടിനെ മൊത്തം ബാധിക്കും. സർക്യൂട്ട് മൊത്തം വർക്ക് ചെയ്യില്ല. ഇനി അടുത്തതായി പാരലൽ സർക്യൂട്ട്. പാരലൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഓരോ റെസിസ്റ്ററും സപ്ലൈക്ക് അക്രോസ് ആയി കണക്ട് ചെയ്യും. അതായത് എത്ര വോൾട്ടേജ് ആണോ ആ വോൾട്ടേജ് ഇതിലേക്ക് കൊടുത്തിടും. പോസിറ്റീവും നെഗറ്റീവും അല്ലെങ്കിൽ ഫേസും ന്യൂട്രലും ഓരോ റെസിസ്റ്റൻസിലേക്കും കൊടുത്തിടും. ഇങ്ങനെയുള്ള കണക്ഷനുകളെയാണ് പാരലൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ നിന്നും പാരലൽ സർക്യൂട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും. R1, R2, R3 എന്നീ റെസിസ്റ്റൻസുകൾ പാരലലായി കണക്ട് ചെയ്തിരിക്കുന്നതാണ് ആദ്യത്തെ ചിത്രം. രണ്ടാമത്തെ ചിത്രം L1, L2, L3 എന്നീ 3 ലാമ്പുകൾ പാരലലായി കണക്ട് ചെയ്തിരിക്കുന്നതാണ് രണ്ടാമത്തെ ചിത്രം. ബാറ്ററിയിൽ നിന്നും നേരിട്ട് സപ്ലൈയുമായി കണക്ട് ചെയ്തിരിക്കുകയാണ് ഈ 2 ചിത്രത്തിലും. റെസിസ്റ്ററും ലാമ്പും ഒരേപോലെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ബാറ്ററിയിൽ നിന്നും പോസിറ്റീവും നെഗറ്റീവും എല്ലാ ലാമ്പിലേക്കും എല്ലാ റെസിസ്റ്ററിലേക്കും വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടില്ലേ ചിത്രം? ഇനി നമ്മൾ ഇവിടെ ലാമ്പുകളുടെ കണക്ഷൻ കൊടുത്തിട്ടുള്ള ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇതാ, നെഗറ്റീവ് വയർ ഓരോ ലാമ്പിന്റെയും ഓരോ എൻഡിലേക്കും കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് വയറും ഓരോ ലാമ്പിന്റെയും ഓരോ എൻഡിലേക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 12 വോൾട്ടാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓരോ ലാമ്പിലും 12 വോൾട്ട് കിട്ടും. ഇങ്ങനെയുള്ള കണക്ഷനുകളെയാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. സംഭവം മനസ്സിലായല്ലോ? ഇനി പാരലൽ കണക്ഷന് ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ വീട് വയറിങ്ങിൽ 240 വോൾട്ട് സപ്ലൈ KCBയിൽ നിന്നും കിട്ടും. അത് ഓരോ ലാമ്പിലേക്കും അല്ലെങ്കിൽ ഓരോ പോയിന്റിലേക്കും നമ്മൾ കൊടുക്കാറുണ്ട്. ഓരോ പോയിന്റിലും 240 വോൾട്ട് സപ്ലൈ കിട്ടാറുണ്ട്. അടുത്തായി നമുക്ക് പഠിക്കാനുള്ളത് പാരലൽ സർക്യൂട്ടിൻ്റെ പ്രത്യേകതകളാണ്. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു വോൾട്ടേജ് സെയിം ആയിരിക്കും എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹൗസ് വയറിങ്ങിൽ ഒരു പോയിന്റിൽ കിട്ടുന്ന അതേ വോൾട്ടേജ് തന്നെയാണ് അടുത്ത പോയിന്റിലും കിട്ടുന്നത്. അതായത് ഒരു ലാമ്പിൽ 240 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ലാമ്പിൽ 240 വോൾട്ട് തന്നെയാണ് കിട്ടുന്നത്. മനസ്സിലായില്ലേ? വോൾട്ടേജ് സെയിം ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫേസും ന്യൂട്രലും അല്ലെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും ഒരേപോലെ എല്ലാ ലോഡിലേക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വോൾട്ടേജ് സെയിം ആണ്. വോൾട്ടേജ് സമം I/R. കറന്റ് ഗുണിക്കണം റെസിസ്റ്റൻസ് ആണ് വോൾട്ടേജ്. അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഇനി കറന്റ് എന്ന് പറയുന്നത് ഇതിലൂടെ പോകുന്ന കറന്റ് ആവൂല ഇതിലൂടെ പോകുന്നത്. ഇതിന്റെ റെസിസ്റ്റൻസ് കുറവാണ് എന്നുണ്ടെങ്കിൽ ഇതിലൂടെ കൂടുതൽ കറന്റ് ഒഴുകും. ഇതിലൂടെ കൂടുതൽ റെസിസ്റ്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഇതിലൂടെ കുറച്ച് കറന്റ് ഒഴുകുകയുള്ളൂ. അതായത് നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാവുന്നതല്ലേ, നമ്മുടെ അയൺ ബോക്സിൽ ഉപയോഗിക്കുന്ന കറന്റ് ആണോ ലാമ്പിൽ ഉപയോഗിക്കുന്ന LED ലാമ്പിൽ ഉപയോഗിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ LED ലാമ്പിന് റെസിസ്റ്റൻസ് കൂടുതലാണ്, അയൺ ബോക്സിന് റെസിസ്റ്റൻസ് കുറവാണ്. അതുകൊണ്ട് അയൺ ബോക്സിലൂടെ കൂടുതൽ കറന്റ് ഒഴുകും. അപ്പോൾ കറന്റ് എന്ന് പറയുന്നത് ഓരോ ഭാഗത്തു കൂടെയും വ്യത്യസ്തമായിട്ട് പോകും. മനസ്സിലായില്ലേ? ഓരോ റെസിസ്റ്റൻസിന്റെ വാല്യൂവിനനുസരിച്ച് വ്യത്യസ്തമാണ്. ഇനി ഇതിന്റെ പാത്ത്, ഇതിലൂടെ കറന്റിന് സഞ്ചരിക്കാൻ ഇതിലൂടെ പോവാം. ഇനി ഇത് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇതിലൂടെയും പോവാം.
ഇതും ബ്രേക്ക് ആയാൽ ഇതിലൂടെ പോവാം. അപ്പോൾ ഒരു ലാമ്പ് വർക്ക് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് അയൺ ബോക്സ് വർക്ക് ചെയ്യാതിരിക്കില്ല, അല്ലെങ്കിൽ ഫാൻ വർക്ക് ചെയ്യാതിരിക്കില്ല. സംഭവം മനസ്സിലായില്ലേ? അപ്പോൾ പാത്ത് വളരെ വ്യത്യസ്തമാണ്. ഇതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ബ്രേക്ക് ഉണ്ടായാൽ എന്ത് ചെയ്യും? ആ ഭാഗം ഒഴികെ ബാക്കിയുള്ള ഭാഗം വർക്ക് ചെയ്യും. ഇത് രണ്ടും വർക്ക് ചെയ്യും. ഈ ഭാഗത്ത് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ L2 L3യും വർക്ക് ചെയ്യും. ഇനി മൊത്തം റെസിസ്റ്റൻസ് കാണാൻ 2 റെസിസ്റ്റൻസുകളാണ് പാരലൽ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ R1 ഗുണിക്കണം R2. R1 ഒന്നാമത്തെ റെസിസ്റ്റൻസിന്റെ പേരാണ്, R2 എന്ന് പറയുന്നത് രണ്ടാമത്തെ റെസിസ്റ്റൻസിന്റെ പേരാണ്. ഇത് രണ്ടും ഗുണിക്കുക, അതിനുശേഷം അതിനെ R1 പ്ലസ് R2 എന്ന് കൂട്ടിയിട്ട് അതിനുകൊണ്ട് ഹരിക്കുക. R1 × R2 ബൈ R1 പ്ലസ് R2. ഇതാണ് നമുക്ക് 2 റെസിസ്റ്റൻസുകൾ പാരലൽ ചെയ്താൽ മൊത്തം റെസിസ്റ്റൻസ് കിട്ടാനുള്ള സൂത്രവാക്യം. ഇനി മൊത്തം 3 റെസിസ്റ്റൻസുകൾ പാരലൽ ചെയ്തിട്ടുണ്ടെങ്കിൽ R1 × R2 × R3. R1 R2 R3 ഡിവൈഡഡ് ബൈ R2 R3 പ്ലസ് R1 R3 പ്ലസ് R1 R2. കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ തോന്നും, പക്ഷേ ഇത് ഈസിയാണ്, പഠിച്ചു വെക്കാൻ ഒരു എളുപ്പമായ ഒരു പോയിന്റ് ഉണ്ട്. അതായത് 3 റെസിസ്റ്റൻസുകളും കൂടി ഗുണിക്കുക, എന്നിട്ട് ഒന്നാമത്തെ ബ്രാക്കറ്റ് ഇടുക. ഒന്നാമത്തെ ബ്രാക്കറ്റിൽ നമ്മൾ R1 ഒഴിവാക്കിയിട്ട് R2ഉം R3യും കൂടി ഗുണിക്കുക, പിന്നെ ഒരു പ്ലസ് ചിഹ്നം ഇടുക, എന്നിട്ട് രണ്ടാമത്തെ ബ്രാക്കറ്റ് ഇടുക R1 R3. അതിൽ രണ്ടാമത്തെ R2 എന്നുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി പ്ലസ് R1 R2, അതായത് ഇതിൽ മൂന്നാമത്തെ ബ്രാക്കറ്റാണ്, അതുകൊണ്ട് മൂന്നാമത്തെ R3യെ ഒഴിവാക്കി. ഇനി ഇതേപോലെ വേറൊരു ഇക്വേഷനാണ് 1/R സമം 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഇങ്ങനെ എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഈ ഇക്വേഷനുകൾ പഠിച്ചു വെക്കണം. ഇക്വേഷനുകൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇക്വേഷന്റെ ഏതെങ്കിലും പാർട്ടെങ്കിലും ചോദിക്കാറുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പരിശോധിക്കാനുള്ളത് സെൽസ് ആൻഡ് ബാറ്ററീസ് ആണ്. എന്താണ് സെല്ല്? സെല്ല് എന്ന് പറയുന്നത് കുറെ കൂടുമ്പോഴാണ് ബാറ്ററി ആകുന്നത്. അപ്പോൾ സെല്ല് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി സെല്ലുകൾ 2 വിധമുണ്ട്, പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും. പ്രൈമറി സെല്ല് എന്ന് പറഞ്ഞാൽ റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലുകളെയാണ് പ്രൈമറി സെല്ല് എന്ന് പറയും. സെക്കൻഡറി സെല്ല് എന്ന് പറഞ്ഞാൽ റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകളാണ് സെക്കൻഡറി സെല്ല്. ഇനി സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ലെഡ് ആസിഡ് സെല്ലിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെല്ലിൽ ഇലക്ട്രിക്കൽ എനർജിയെ സൂക്ഷിച്ചു വെക്കുന്നത് ഡാഷ് രൂപത്തിലാണ്, അതായത് രാസോർജമായിട്ടാണ് സ്റ്റോർ ചെയ്തു വെക്കുന്നത്. ഇനി അടുത്തതായി ചോദിക്കുന്നത്, ബാറ്ററിയുടെ കപ്പാസിറ്റി സാധാരണ ഡാഷിലാണ് പറയാറ്, അതായത് AHലാണ് നമ്മൾ ബാറ്ററി പറയാറുള്ളത്. AH എന്ന് പറഞ്ഞാൽ ആംപിയർ അവർ ആണ് ബാറ്ററിയുടെ കപ്പാസിറ്റി. ഇനി സെല്ലുകൾ സീരീസ് ചെയ്യുന്നത് എന്തിനാണെന്ന്. സെല്ലുകൾ സീരീസ് ആയി കണക്ട് ചെയ്യുന്നത് വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി സെല്ലുകൾ പാരലലായി കണക്ട് ചെയ്യുന്നതോ കറന്റ് കൂട്ടാൻ വേണ്ടി, കറന്റ് ഇൻക്രിമെന്റിന് വേണ്ടിയിട്ടാണ് പാരലൽ ചെയ്യുന്നത്. സീരീസ് ആയി കണക്ട് ചെയ്യുന്നത് വോൾട്ടേജ് ഇൻക്രിമെന്റിന് വേണ്ടിയിട്ടാണ്. ഇനി പ്രൈമറി സെല്ല് എന്താണ്? പ്രൈമറി സെല്ല് നമ്മൾ പറഞ്ഞു, റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലുകളാണ് പ്രൈമറി സെല്ല്. അതിന് ഉദാഹരണങ്ങളാണ് ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്നത്. ഇനി ഡ്രൈ സെല്ലിന്റെ വോൾട്ടേജ് സാധാരണ ചോദിക്കാറുണ്ട്. ഇതിന്റെ പേരാണ് ഡ്രൈ സെല്ല്. ഈ ഡ്രൈ സെല്ലിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 1.5 വോൾട്ട് ആണ്. ഇനി ബാക്കിയുള്ളത് ഇതൊക്കെ ആൽക്കലൈൻ സെല്ലുകളാണ്. അടുത്തതായി സെക്കൻഡറി സെല്ല്. സെക്കൻഡറി സെല്ല് നമ്മൾ മുമ്പ് പറഞ്ഞു, റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകളാണ് സെക്കൻഡറി സെല്ലുകൾ. ഉദാഹരണമാണ് ലെഡ് ആസിഡ് സെല്ല്. ഇതിന്റെ വോൾട്ടേജ് 2 വോൾട്ട് ആണ്. ഒരു സെല്ലിന്റെ വോൾട്ടേജ് 2 വോൾട്ട് ആണ്. ഇതിൽ ഈ ഭാഗമാണ് ഒരു സെല്ല് എന്ന് പറയുന്നത്. എത്ര വോൾട്ടുള്ള ബാറ്ററി ആണെന്നുള്ളത് നമുക്ക് ഈ ഹോള് കണ്ടിട്ട് പറയാൻ പറ്റും. 2, 4, 6, 8, 10, 12 വോൾട്ട് ബാറ്ററിയാണ് ഇത്. മനസ്സിലായല്ലോ. ഇനി നിക്കൽ കാഡ്മിയം സെല്ലുകൾ. നിക്കൽ കാഡ്മിയം സെല്ല് എന്ന് പറയുന്നത് ഇതാണ്. നിക്കൽ കാഡ്മിയം സെല്ലുകൾ, ഇതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 1.2 വോൾട്ട് ആണ്. നിക്കൽ അയൺ സെല്ലുണ്ട്. നിക്കൽ അയൺ സെല്ലിന്റെ വോൾട്ടേജും 1.2 വോൾട്ട് ആണ്. അടുത്തതായി ലെഡ് ആസിഡ് സെല്ലിനെ കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ വരാറുണ്ട്, അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. ലെഡ് ആസിഡ് സെല്ലിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഡയല്യൂട്ടഡ് സൾഫ്യൂറിക് ആസിഡ് ആണ്. ഡയല്യൂട്ടഡ് H2SO4 ആണ്. എന്താണ് ഡയലൂട്ടഡ് എന്ന് പറഞ്ഞാൽ? അതായത് നേർപ്പിച്ച സൾഫ്യൂറിക് ആസിഡ്. ഇതിന്റെ വോൾട്ടേജ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, 2 വോൾട്ട് ആണ്. ഇതിന്റെ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ലെഡ് പെറോക്സൈഡ് ആണ്. നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് സ്പോഞ്ചി ലെഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണേ. ഇനി അടുത്തായിട്ട് ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. എല്ലാവരും എല്ലാ വീഡിയോയും നന്നായി കാണുക, പല പ്രാവശ്യം കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെ സൂചിപ്പിക്കാവുന്നതാണ്. എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.